ഒരിക്കൽ ആതിരയുടെ വീട്ടിൽ കളിക്കാൻ പോയപ്പോഴാണ് പഴന്നൂർക്ക് ആദ്യമായിട്ട് കഴിച്ചത്. നാവിൽ നിന്ന് ടേസ്റ്റ് പോണ മുന്നിൽ തന്നെ വല്യമ്മാന്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞു. വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. നല്ല പഴവും ശർക്കരയും അതേപോലെ തന്നെ ഏലക്കാന്റെ ടേസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല വല്യമ്മ എന്ന് പറഞ്ഞപ്പോഴേ വല്യമ്മക്ക് കാര്യം മനസ്സിലായി. വല്യമ്മ പിന്നെ ഒന്നും നോക്കില്ല, ഞമ്മക്ക് വേണ്ടിയിട്ട് പഴന്നൂർക്ക് റെഡിയാക്കാൻ തയ്യാറായി. ചെറുതാക്കി കട്ട് ചെയ്ത പഴത്തിനെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്തത്. ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ നല്ലത്. എന്നിട്ട് നമ്മൾ വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് നെയ്യും കൂടി ചേർത്തി കൊടുക്കണം. നെയ്യ് ഇങ്ങനെ ചേർത്തി കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇത് വരിക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചധികം തേങ്ങ ചേർത്തിയിട്ട് നല്ല ശർക്കര പാനി 4 ഏലക്കും കൂടി ചതച്ച് ചേർത്തി കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ സംഭവം റെഡി ആയിട്ടാ. ഇന്നും പഴനുറുക്ക് കഴിക്കുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ വല്യമ്മാനെ അതേപോലെ തന്നെ ആതിരൻ്റെ വീട്ടിലെ ആ കുട്ടിക്കാലാണ് ആലോചിക്കാറ്. എന്തായാലും